അവനെ എനിക്ക് ചെറുപ്പത്തിലേ അറിയാം. അതായത് നവോദയയിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചതുകൊണ്ട് പണ്ട് മുതലേ അറിയാം. പക്ഷെ നമ്മൾ കോളേജിൽ നിന്നാണ് കുറച്ചും കൂടെ ഒന്ന് ക്ലോസ് ആയിട്ട് പരിചയപ്പെടുന്നത്. ഭയങ്കര ക്ഷമ എന്നൊക്കെ പറഞ്ഞാൽ അവനേക്കാൾ ക്ഷമയുള്ള ഒരു മനുഷ്യൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. അച്ചാതി ക്ഷമ. അപ്പോൾ ഇത് ഭയങ്കര പാവാണ് ആള്. ഭയങ്കര സ്നേഹമാണ്, ചൂടാവില്ല, എപ്പോഴും ഭയങ്കര വൈബാണ്. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ നേരെ തിരിച്ചു, എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ എൻ്റെ ഫേസിൽ ആ ടെൻഷൻ നന്നായി കാണും. അതിൽ ഞാൻ പെട്ടെന്ന് ചൂടാവും. എനിക്ക് ആ ഒരു എക്സ്പ്രസ് ചെയ്യുന്നു. പക്ഷെ അവന് ദേഷ്യം വരില്ല. നമുക്ക് എനിക്ക് ദേഷ്യം വന്നാൽ കൂടി ഭയങ്കര കാമായിട്ട്, ഞാൻ ടെൻഷൻ ആവുകയാണെങ്കിൽ എന്നെ ഭയങ്കര കാമാക്കാൻ പറ്റുന്ന ഒരാളാണ് രാഹുൽ. ഇതിപ്പോ എന്താ പറയാ, ശരിക്കും രണ്ടുപേര് കറക്റ്റായിട്ട് ചേരേണ്ടത് നമ്മൾ ചേർന്ന് അറിയില്ലേ, അതുപോലെയാണ്. അങ്ങനെ ഫൈനലി ഇന്ന് നമ്മുടെ ശ്രീയുടെയും രാഹുലിൻ്റെയും ബിഗ് ഡേ ആയി. ഇത് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്ത് ഒരുപാട് കാലത്തെ പരിപാടി സെറ്റ് ചെയ്ത് അങ്ങനെ ശരിയാക്കി എടുത്തതാണ് കാര്യങ്ങളൊക്കെ. അത് കറക്റ്റായിട്ട് എത്തിപ്പെട്ടു. അവർ രണ്ടുപേരും ഒന്നിനൊന്ന് ശരിക്കും മാച്ചാണ്, പെർഫെക്റ്റ്ലി മാച്ചാണ് രണ്ടുപേരുടെയും വൈബ്. ജസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട്സാണ് ശരിക്കും പറഞ്ഞാൽ, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അതിൽ നിന്ന് ഇത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായത് നമുക്ക് തന്നെ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അവരുടെ ആ സന്തോഷത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാൻ പറ്റിയത് അത് ഭയങ്കര ഭാഗ്യമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആഘോഷിക്കാൻ പറ്റിയൊരു നിമിഷമാണ് ഇതൊക്കെ. ഭയങ്കര ഹാപ്പിയാണ് എന്ത് ആലോചിക്കുമ്പോഴും, എല്ലാ കാര്യങ്ങളിലും. നമ്മളിങ്ങനെ കറക്കാൻ പോലും ഫുഡ് കഴിക്കലും അങ്ങനെ ഫോട്ടോസ് ഇടലൊക്കെ ആയപ്പോഴേ ഏകദേശം വീട്ടുകാർക്ക് ഒരു തീരുമാനമായിരുന്നു. അപ്പൊ അവര് വെയിറ്റ് ചെയ്യായിരുന്നു ഞാനിത് പറയാനായിട്ട്. ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞപ്പോ ഒരു ഇത് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തതായിരുന്നു എന്നുള്ളൊരു മൂഡായിരുന്നു. പിന്നെ അവന്റെ വീട്ടിലാണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും ഒക്കെ ഓക്കെയാണ്. എല്ലാവരും നല്ല കമ്പനി. എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. അവനാണെങ്കിൽ എൻ്റെ ഫാമിലി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഒരു ഇൻഹിബിഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലതായിരുന്നു എല്ലാം. രാഹുലേട്ടൻ്റെയും ശ്രീകുട്ടീസിൻ്റെയും അതായത് ശ്രീലക്ഷ്മിസിൻ്റെയും വെഡിങ്ങിൽ ഞങ്ങൾ പാട്ടായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപോലെ ഒരു ഡ്രീമിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇത് മൂവ് ഓൺ ചെയ്ത് നടക്കുന്നത്. അപ്പോൾ സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ശ്രീക്കും രാഹുലിനും ഹാപ്പി മാരീഡ് ലൈഫ്.